നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എന്നാൽ പിന്നീട് ആ ബോധം വീണ്ടും കിട്ടിയ രുക്മിണിയോട് ഭഗവാൻ പറയുന്നു, അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും രുക്മിണിയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ആ ഒരു സൗന്ദര്യ ദർപ്പം, കാരണം എന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭഗവാൻ എന്നെ കല്യാണം കഴിച്ചതെന്ന ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി എന്ന് മനസ്സിലായപ്പോ ഭഗവാൻ നല്ല വാക്കുകൾ പറഞ്ഞ് ആ രുക്മിണിയെ സന്തോഷിപ്പിക്കുന്നു. തദധികൈഹി അധ തദധികൈരധ ലാളന കൗശലൈഹി പ്രണയിനീമധികം സുഖയൻ ഇമാം ഐ മുകുന്ദ ഭവച്ചരിതാനി നഹ പ്രഗദതാം ഗദതാന്തിം അപാകുരു. അധ അനന്തരം, അങ്ങനെ വീണ്ടും രുക്മിണി നല്ല ഒരു സ്ഥിതിയിലായപ്പോൾ തദധികൈഹി അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാളും ലാളന കൗശലേഹി അവളെ ലാളിച്ചുകൊണ്ടും പ്രേമഭാഷണങ്ങളെ കൊണ്ടും അവളെ ആലിംഗനം ചെയ്തും ഒക്കെ പ്രണയിനിയും ഇമാം തന്റെ പ്രേമഭാജനമായിട്ടുള്ള ആ രുക്മിണിയെ അധികം സുഖയൻ അവളെ വീണ്ടും കൂടുതൽ സുഖിപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലയോ ഭഗവാനെ, ഐ മുകുന്ദ മോക്ഷപ്രദനായിട്ടുള്ള ഗുരുവായൂരപ്പ, ഭവചരിതാനി അവിടുത്തെ കഥകളെ പ്രഗദതാം ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന നഹ എന്റെ ഗദതാന്തിം എന്റെ ഈ അസുഖത്തെ അപാകുരു ഇല്ലാണ്ടാക്കിത്തരൂ ഭഗവാനെ. അപ്പോ ഒരു ചെറിയ അഹങ്കാരം പോലും ഭഗവാൻ ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ ഓരോ കഥയിലൂടെയും മനസ്സിലാക്കി കഴിഞ്ഞു. ഗോപികമാർക്കും കൊടുത്തിരുന്നു ഭഗവാൻ ഒരു ചെറിയൊരു ശിക്ഷ, ഇവിടെ രുക്മിണിക്കും കൊടുത്തു. അപ്പൊ എന്ത് വന്നാലും ശരി ഭഗവാൻ എനിക്ക് സ്വന്തമായി എന്ന ഒരു അഹങ്കാരം പോലും പാടില്ല എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ രുക്മിണിയുടെ സൗന്ദര്യ ദർപ്പത്തെ ഇല്ലാണ്ടാക്കി ഭഗവാൻ ആ രുക്മിണിയെ വീണ്ടും വീണ്ടും രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അങ്ങനെ ജീവിച്ചു പോന്ന, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ കഥകളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന എന്റെ അസുഖത്തെ മാറ്റിത്തരയണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 12. തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനി ന പ്രഗദതാം ഗദതാന്തിമപാകുരു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. എല്ലാ സത്തുക്കളെയും മഹാത്മാക്കളെയും സ്മരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു. വ്യാസഭഗവാനെയും നാരായണ ഭട്ടതിരിപ്പാടിനെയും നമസ്കരിക്കുന്നു. 79 ദശകത്തിലെ ശ്ലോകം 12. ഈ 12 ശ്ലോകത്തോടുകൂടി ഈ ദശകം അവസാനിക്കുകയാണ്. ഭഗവാന്റെ ആദ്യ വിവാഹം, ആദ്യ ദാമ്പത്യ ജീവിതം ആണ് ഇപ്പോൾ നമ്മളോട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്.
പുരാണങ്ങളിൽ നിന്നും അതിലെ കഥാപാത്രങ്ങളിൽ നിന്നും ഓരോ കഥാസന്ദർഭങ്ങളിൽ നിന്നും എന്നാലോചിച്ച് നോക്കണം. മോഹാലസ്യപ്പെട്ട് വീണു രുക്മിണി ദേവി. ഭഗവാനിൽ നിന്നും കേട്ട ആ കഠോര വാക്കുകളെന്ന് തന്നെ പറയാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ്. തന്നെ ശുദ്ധമാക്കാനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്കും ഇത് അറിയേണ്ടതാണ്. പല ദുരനുഭവങ്ങളും പല ദുരന്തങ്ങളും പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വന്ന് വീഴുമ്പോൾ അതിനെ വേണ്ട പോലെ ഈശ്വരനെ പ്രാർത്ഥിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശുദ്ധരായിട്ടും കഴിവുറ്റവരായിട്ടും തീരാറുണ്ട്. ഇത് ഭഗവാൻ തരുന്ന അനുഗ്രഹമായിട്ട് വേണം കാണാനായിട്ട്. ആ മഹാലസ്യപ്പെട്ട് വീണ രുക്മിണി ദേവിയെ ഭഗവാൻ തന്നെ പറയുകയാണ്, എൻ്റെ രുക്മിണി, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്, അത് കാര്യമാക്കണ്ട. രുക്മിണിയുടെ മനസ്സറിയാൻ ഒരു തമാശ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇതൊക്കെയാണല്ലോ ദാമ്പത്യത്തിൽ ചില ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഭഗവാൻ വളരെ വാത്സല്യത്തോടും പ്രേമത്തോടും ശൃംഗാരഭാവത്തോടും കൂടി തന്നെ ആ രുക്മിണി ദേവിയെ സ്വയം ശുശ്രൂഷിച്ച് സ്വസ്ഥയാക്കി തീർത്തു. നേരം പോക്ക് പറഞ്ഞതാണ്, എനിക്ക് രുക്മിണിയോട് ശരിക്കു പറഞ്ഞാൽ എൻ്റെ എന്നേക്കാൾ പ്രിയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചിലതൊക്കെ പറഞ്ഞ് രുക്മിണി എന്നോട് കൂടുതൽ അടുപ്പിക്കാൻ ഞാൻ നോക്കിയത്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്തു രുക്മിണി ദേവിക്ക്. അതിനുശേഷം മുമ്പിലത്തേതിലും കൂടുതലായിട്ട് ഭഗവാൻ ലാളന സാമർഥ്യമൊക്കെ പ്രദർശിപ്പിച്ചു. രുക്മിണി ദേവിയെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അങ്ങനെ എല്ലാത്തിനും പരിഹാരമായിട്ട് കൂടുതൽ ദേവിക്ക് ആനന്ദവും സന്തോഷവും കൊടുത്തു. ആ ദാമ്പത്യം കൂടുതൽ ശോഭനീയമായി തീരാൻ പോവുകയാണ്. അപ്പോൾ ദാമ്പത്യത്തിലും ചില നിരീക്ഷണങ്ങളൊക്കെ വേണ്ടി വരും. അതിനെയൊക്കെ അതിജീവിക്കാനുള്ളതായ സാമർഥ്യവും പക്വതയും നമ്മളും നേടിയെടുക്കണം. വിവാഹ ജീവിതം മുന്നോട്ട് പോകും തോറും ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ പോലെ അടുപ്പം കൂടുന്തോറും ചിലപ്പോൾ അകലാളതായൊരു മാനസികാവസ്ഥ വരാം. അത് വരാതെ നോക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, അവിടുത്തെ ഈ ചരിതങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് പറയുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഭഗവാന്റെ തിരുതുമ്പി തന്നെ അങ്ങനെയുള്ളതായ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളെ ഈ നാരായണീയം കയ്യിലെടുത്ത് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് ഞങ്ങളെ. അപ്പം ആര് ഈ ശ്ലോകം ചൊല്ലിയാലും ആ ഭട്ടതിരിപ്പാടിനുണ്ടായതായ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും പ്രഹതതാം, ഈ ചരിത്രമൊക്കെ പറയുന്ന ഞങ്ങളെ ഗതാന്ത്യം എന്ന് വെച്ചാൽ രോഗങ്ങളെ കൊണ്ടുള്ളതായ തളർച്ച, അപാകുരു, ഭവരോഗമാവാം, വാതരോഗമാവാം, മറ്റേത് രോഗമാവാം, അതെല്ലാം നശിപ്പിക്കണേ, ഇല്ലാതാക്കണേ എന്ന് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പോലെ തോന്നും. അതല്ലേ മഹാത്മാക്കളുടെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് അയ്യമുകുന്ദ ഭവച്ചരിതാനിന പ്രകൃതതാം, ഭഗവത് കഥകളെ വർണ്ണിക്കുക, ശ്രവിക്കുക, അതിൽ ആനന്ദിക്കുക, അതിലെ തത്വങ്ങളെ ഉൾക്കൊള്ളുക, ഇതൊക്കെ സാധനയുടെ ഭാഗങ്ങളാണ്. ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നാരായണീയം ഉപാസിക്കുന്നത് നമ്മുടെ ഭൗതിക ആധ്യാത്മിക ജീവിതം എല്ലാം ധന്യമാവാനാണ്. അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരിശരണം.